സദാനന്ദൻ ഇപ്പോൾ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ ചില സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ 32 ദിവസമായി സംസ്ഥാന സർക്കാർ പറയുന്ന ഓരോ ന്യായവും, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി പറയുന്ന ഓരോ ന്യായവും തെറ്റാണെന്ന് തെളിയുകയാണ്. ഈ സമരം കൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറയുന്നത് ഇൻസെന്റീവ് കൂട്ടണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരയവും ഇക്കാര്യത്തിൽ വരുത്തുന്നില്ല എന്നാണ് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ. ഇൻസെന്റീവ് കേന്ദ്രം തരാത്തത് കൊണ്ട് നൽകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വാദം അതും കള്ളമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് ഈ പിടിവാശി? ആരോടാണ് ഈ പിടിവാശി? ഈ NRHM എന്ന് പറയുന്ന സ്കീം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്കീമാണ്. അതിനനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് അവർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു ഡൽഹിയിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഗോവ ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വർക്ക് ചെയ്യും. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരൊന്നുമല്ല. പക്ഷേ ഇവര് ചർച്ചയിലൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് 230 രൂപ കിട്ടുന്നു, 230 രൂപ കിട്ടുന്നു. അത് ഒരു കളവായ കാര്യമാണ്. കാര്യം 7000 രൂപ ഓണറേറിയമാണ്. അത് കൂടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഇൻസെന്റീവ് ചേർത്ത് പലർക്കും 13,000 രൂപ വരെ കിട്ടുന്നവരുണ്ട്. ചിലർക്ക് അതിൽ കുറവാണ്, അത് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ എല്ലാവർക്കും 7000 രൂപ വരെ കിട്ടുന്നത്. അത് ഓണററി മാത്രമാണ് ഈ പറയുന്നത്. ഇൻസെന്റീവ് അതിൽ വരുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. പിന്നീട് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത്, ഇവിടെ ഗവൺമെന്റ് കള്ളം പറയുന്നു പറഞ്ഞു. ഇതിനകത്ത് 686 കോടി രൂപയുടെ കണക്ക് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ പുറത്തുവിട്ടതിനകത്ത് നല്ലൊരു തുക NRHMമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ, താലൂക്ക് ആശുപത്രി, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ആശുപത്രി, ഇവിടെയൊക്കെ ഡെയിലി വേജസിലോ അല്ലെങ്കിൽ മാസത്തിൽ ഓണററി കൊടുത്തോ ഡോക്ടർമാരും നഴ്സുമാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കാത്തതിന് കാരണമായിട്ട് പറയുന്നത്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വരാം. 2016 മുതൽ ഇതുവരെ ഈ ഗവൺമെന്റ് 5,44,000 വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് കൊടുക്കുന്ന വീടിന് കേന്ദ്രം തരുന്ന 72,000 രൂപ, 3 ലക്ഷം രൂപ ഈ ഗവൺമെന്റ് കൊടുക്കുന്നു. അത് സിറ്റി ഏരിയയിലാണെങ്കിൽ തരുന്നത് 1.5 ലക്ഷം രൂപ. അവിടെ അവർ പറയുന്നത് എന്താ? PM ആവാസ് യോജന എന്ന് ബോർഡ് വെക്കണം. അതാണ് അവിടുത്തെ കോബ്രാൻഡ്. ഇതുവരെ അവർ കൊടുത്തിട്ടുള്ളത് 1,17,000 വീടിന് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇത് കോബ്രാൻഡിംഗ് ആണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. താങ്കൾക്ക് അറിയാമല്ലോ, സംസ്ഥാന സർക്കാരിന്റേത് എടുത്ത് കളഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ ബോർഡ് മാത്രം വെക്കുക എന്ന് പറയുന്നില്ല. ഇവിടെ കോ ബ്രാൻഡിംഗ് ആണ്. സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ലോഗോ ഉപയോഗിക്കാം. അല്ലല്ല, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നുകൂടി ചേർത്താൽ എന്താണ് അതിനകത്ത് കുഴപ്പമുള്ളത്? രണ്ടുപേരുടെയും ഫണ്ടാണല്ലോ. ഇതൊരു ഫെഡറൽ സംവിധാനമാണല്ലോ. കേന്ദ്രത്തിന്റെ വെക്കാൻ പറ്റില്ല, ഞങ്ങളുടേത് മാത്രമായി വെക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞതാണ് ഈ പ്രശ്നമായത്. ആ പിടിവാശിയാണ് ഈ പ്രശ്നമായി 638 കോടി അവിടെ തടയപ്പെട്ടത്. അതും വേണമെങ്കിൽ റിലീസ് ചെയ്യിപ്പിച്ചെടുക്കാം. മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ, അവിടെ ഉന്നയിക്കാമായിരുന്നുവല്ലോ. ഈ പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമാണിത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ മഞ്ചേഷേ. അതായത് 5,44,000 വീട് വെച്ചപ്പോൾ അവര് തന്നത് 1,70,000 വീടിന് മാത്രമാണ് ഫണ്ട് തന്നത്. പിന്നെ സ്കൂൾ കെട്ടിടം, സ്കൂളിന്റെ ഇപ്പോൾ പറഞ്ഞല്ലോ PM ശിക്ഷാ പദ്ധതി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്താ തരുന്നറിയോ? 1 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കൂളിന്, ഗവൺമെന്റ് സ്കൂളിന് അനുവദിക്കുന്നത്. 10-20-30 സ്റ്റാഫ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ തുച്ഛമായൊരു തുക തന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേര് വെച്ചതെല്ലാം വെക്കണം എന്നുള്ളതിന് ഞങ്ങൾ മാത്രമല്ല, തമിഴ്നാട് ഈ പദ്ധതിയിൽ ചേർന്നിട്ടില്ല. തമിഴ്നാട് ഈ പേര് വെക്കാൻ തമിഴ്നാടല്ല, കേരളത്തെക്കാൾ വലിയ 39 MP കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കേന്ദ്രം. തമിഴ്നാട് അതിന് ബില്ലിങ്ങല്ല. ഇവിടെയും ഈ കോബ്രാൻഡിങ്ങിന്റെ കാര്യം അല്ല, ഞാൻ ഒന്നിട്ട് വിട്ടോട്ടെ. ഇവിടെ ഈ NHMന്റെ കാര്യത്തിൽ ഈ കോബ്രാൻഡിങ്ങിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ദോഷമായി വരുന്നത്? കേരളത്തിലെ ജനങ്ങൾക്കാണ്. അവിടെ 100 കോടിയുടെ പ്രശ്നം ആർക്കാണ് ഉണ്ടായത്? ആശാ വർക്കേഴ്സിനാണ്. അത് ആരുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് അവസാനം സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സംസ്ഥാന സർക്കാർ സമ്മതിച്ചു. അതാണല്ലോ പറയുന്നത്. വിനിയോഗ സർട്ടിഫിക്കറ്റ്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി. അത് എന്നാണ് കൊടുത്തത്? അതുകൂടി അവർ വ്യക്തമാക്കണം. ഇത് 2024 ജൂണിലാണ് സമ്മതിച്ചത്, ഞങ്ങൾ കോ ബ്രാൻഡിങ്ങിന് തയ്യാറാണ് എന്ന്. അപ്പോഴേക്കും 2023-24 സാമ്പത്തിക വർഷം കഴിഞ്ഞു പോയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് പണ്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും സംസ്ഥാനങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ കേന്ദ്ര ഗവൺമെന്റ് ഭൂരിപക്ഷം ഫണ്ട് തരുന്ന ചില പ്രോജക്റ്റിന് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്രാൻഡിംഗ് ആയിട്ടുള്ള പേരുകൾ വെക്കുന്നത്. ഇത് 4-ലൊന്നോ 5-ലൊന്നോ പൈസ തന്നിട്ട് ഞങ്ങളുടെ പേര് വെക്കണം, ഒരു സ്കൂളിൽ ആകെ 1 കോടി രൂപ തന്നിട്ട്. സ്കൂളിന്റെ കാര്യം ഞാൻ ആരോഗ്യ രംഗത്തെയാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് വെക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ.
അല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ ഇത്രയും കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നു. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നില്ല, മുഖ്യമന്ത്രിയുള്ള ചർച്ചയിൽ ഗവർണറും പങ്കെടുത്ത ചർച്ചയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് ഒരു കാര്യം എന്റെ പുറത്തു വിട്ടിട്ടില്ല. നമ്മുടെ അഭിമാനം എന്ന് കൊട്ടിഘോഷിച്ച, നിങ്ങൾ തന്നെ കൊട്ടിഘോഷിച്ച ആശമാർ തെരുവിൽ പൊരിവെയിലത്ത് സമരം ചെയ്യുന്ന സമയത്ത് ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിൽ ഞങ്ങൾ ഇതാ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. ഉന്നയിച്ചെങ്കിൽ ഉന്നയിച്ചു എന്ന് പറയണം. അല്ലോ, ആരാ ഇത് പറഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി ചർച്ച ചെയ്തതിനകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവുമായിട്ട് അടുത്ത ആഴ്ച സംസാരിക്കുന്നുണ്ട്, തീർക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുത്തല്ലോ. പ്രതിപക്ഷമായിട്ട് സംസാരിക്കാം. പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. സുരേഷ് ഗോപി ചെയ്തെന്താ? മുമ്പേ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ അവിടെ ചെന്നു, അവർക്ക് കുട കൊടുത്തു, ആഹാരം കൊടുത്തു. ഇതൊക്കെയാണോ? അത് കേന്ദ്ര മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ശക്തമായിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലും ആരോഗ്യ മന്ത്രാലയത്തിലും ബന്ധപ്പെട്ട് ഇതിന് വേണ്ട നടപടികൾ ഉടനെ സ്വീകരിക്കാം. അങ്ങനെ ഒരു നടപടി ചെയ്തിട്ടില്ല. ഒരു കേന്ദ്രം താങ്കൾക്കും അറിയാവുന്നതാണ്, ഓണറേറിയം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അല്ല, ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണററി കൊടുക്കുന്ന സിക്കിമും ആന്ധ്രാപ്രദേശും കേരളവുമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് UP-യിലൊന്നും ഇത്രയും ഇടതുപക്ഷ സംഘടനകളുടെ നിലപാട് എന്താണ്? ഇടതുപക്ഷ സംഘടനകളുടെ രാജ്യവ്യാപകമായ നിലപാട് എന്താണ്? ഓണറേറിയം 21,000 രൂപയാക്കണം എന്നുള്ളതാണ്. അത് കേന്ദ്രമാക്കണം എന്നുള്ളതല്ല, അതാത് സർക്കാരുകളാക്കണമെന്നാണ്. ഹരിയാനയിൽ എത്രയോ ദിവസം ഇതിന്റെ പേരിൽ സമരം നടന്നു. ആന്ധ്രയിൽ നിങ്ങൾ സമരം നടത്തുന്നു. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? തെലങ്കാനയിൽ നിങ്ങൾ ആ ഒരു നിലപാടിൽ സമരം നടത്തുന്നു ഇടതുപക്ഷ സംഘടനകൾ. അപ്പോൾ ഓണറേറിയം കൊടുക്കുന്നതിൽ ഇന്ത്യയിൽ മൂന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആന്ധ്രാപ്രദേശ് 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ജീവിത ചെലവ് അറിയാവുന്നതാണല്ലോ. ഇവിടുത്തെ ജീവിത ചെലവ് അറിയാവുന്നതാണല്ലോ. ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ 7,000 രൂപയ്ക്ക്? അല്ല, ഒരു കാര്യമുണ്ട് മഞ്ചേഷ്, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആരും സംസാരിക്കരുത്. കാരണം ഇതിനെ ഒരു സാമൂഹ്യ സേവന സംഘടനയായിട്ടാണ് ഇതിന് തുടങ്ങിയത്. ഓണറേറിയം എന്ന് പറഞ്ഞാൽ ശമ്പളമല്ല, പാരിതോഷികം. അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സമരം കൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ടായി. അല്ല, ഈ സമരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. 32 ദിവസത്തെ ഈ സമരം തീർന്നിട്ടില്ല, ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതുകൊണ്ടുണ്ടായ പ്രയോജനം സംസ്ഥാന സർക്കാരിന്റെ മേനി നടിക്കൽ ഇല്ലാതായി. ഞങ്ങളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പൊളിഞ്ഞടുങ്ങി. പിന്നെയുള്ളത്, ഞങ്ങളാണ് ഈ ആശാ വർക്കേഴ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രം ഒരു പൈസയും തരുന്നില്ല എന്ന കാര്യം, അത് പൊളിഞ്ഞടങ്ങി. ഈ ഇൻസെന്റീവ് എന്ന രീതിയിൽ 3,600 രൂപ കേന്ദ്രം നൽകുന്നു എന്നുള്ള കാര്യം വെളിയിൽ വന്നത് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ കോ ബ്രാൻഡിംഗ് ഇഷ്യൂവിൽ വെറുതെ പിടിവാശി കാണിച്ചു സംസ്ഥാന സർക്കാർ. അങ്ങനെ 638 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നഷ്ടമാക്കി എന്നുള്ള കാര്യം വെളിയിൽ വന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളതാണ്. ഇതാണ് ഈ സമരം കൊണ്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിജയം. ശ്രീ ഉല്ലാസ് ബാബു, ബൽദേവിനുള്ള മറുപടി.